ഏവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്തുള്ള സൂവിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പ്രവേശിക്കാൻ ഒരാൾക്ക് 30 രൂപ വെച്ചിട്ടാണ് വരുന്നത്. 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ്. ഇതിൽ പ്രവേശിച്ച് മുന്നോട്ട് ചെല്ലുമ്പം സൗത്ത് ഏഷ്യയിൽ തന്നെ കാണപ്പെടുന്ന കാട്ടുപോത്തിനെയാണ് കാണാൻ സാധിച്ചത്. ഇതും കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ കുറച്ചധികം പക്ഷികളുടെ കാഴ്ചകളായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഇതായിരുന്നു. കാരണം ഒത്തിരി പക്ഷികളുടെ ഒരു കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, നേരിട്ട് തന്നെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടായിരുന്നു ഇത്. ഇവിടെയാണെങ്കിൽ നീർനായ നീന്തി കളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇവിടെ ആണെങ്കിൽ 2 കരടികളുടെ ഒരു കാഴ്ചയായിരുന്നു. ഉച്ചസമയത്താണ് ഞാൻ സൂ സന്ദർശിക്കുന്നത്. അപ്പം ഉച്ചവർഗത്തിലായിരുന്നു സിംഹം. ഇവിടെ സിംഹത്തിന് കൂട്ടിലൊന്നുമല്ല ഇട്ടേക്കുന്നത്, ഓപ്പൺ ഏരിയയിലാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ എമ്മു പക്ഷികൾ ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇവിടെ എല്ലാ ഹിപ്പോപ്പൊട്ടമസും വെള്ളത്തിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇവിടെയാണെങ്കിൽ റൈനോ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇവിടെ ആണെങ്കിൽ കുറെ മാനുകളുടെ ഒരു കാഴ്ചയായിരുന്നു.
അത് മാത്രമല്ല, ഈ സൂവിൽ നടക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇങ്ങനത്തെ ഒരു വാഹനമുണ്ട്, അവരെല്ലായിടത്തും ചുറ്റിക്കറക്കി കാണിക്കും. ഓസ്ട്രേജിനെ പോലെ സാമ്യമുള്ള പ്രിയ പക്ഷികളായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട്. ഇതും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് ചെല്ലുമ്പം കുറെ മാൻകൂട്ടങ്ങളുടെ ഒരു കാഴ്ചയായിരുന്നു. ഇതിലാണെങ്കിൽ കൊമ്പ് വലുതുള്ള മാനുകളും പുള്ളിമാനുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങോട്ടാണെങ്കിൽ പുലികളുടെയും സിംഹങ്ങളുടെയും ഒരു കാഴ്ചയാണ് ഒരുക്കിയിരിക്കുന്നത്. ചിലതാണെങ്കിൽ ഓപ്പൺ ഏരിയയിലും ചിലത് കൂട്ടിലുമാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പം കുറേയധികം മാൻകൂട്ടങ്ങൾ വീണ്ടും കാണാൻ സാധിച്ചു. അതും കണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് ഒരു പീകോക്കിനെ കാണാൻ സാധിച്ചത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഒരു പീകോക്കിനെ കാണാൻ സാധിച്ചു. അതും കണ്ട് മുന്നോട്ട് ചെല്ലുമ്പം ഓസ്ട്രേജിന്റെ ഒരു കൂടായിരുന്നു ഒരുക്കിയിരുന്നത്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും കാഴ്ചകളൊക്കെ കണ്ടും നമ്മൾ മുന്നോട്ട് വരുമ്പം ലാസ്റ്റ് ഒരു പോർഷനിലാണ് നമുക്ക് പാമ്പുകളുടെ ഒരു സെക്ഷനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രവേശിച്ചപ്പോൾ ഫുൾ AC റൂമിന്റെ അകത്താണ് പാമ്പുകളെ ഇട്ടേക്കുന്നത്. ഇതിന്റെ അകത്ത് ആനക്കൊണ്ട, പെരുമ്പാമ്പ്, മൂർക്കൻ, അങ്ങനെ അനവധി പാമ്പുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് ഇപ്പം ട്രിവാൻഡ്രം സൂവിലുള്ളത്. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ സൂ സന്ദർശിച്ചപ്പോൾ അനവധി പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ സന്ദർശിച്ചപ്പോൾ എനിക്ക് അത്രയും പക്ഷികളോ മൃഗങ്ങളോ കാണാൻ സാധിച്ചില്ല. ഇനി കൂടുതലും പക്ഷികളും മൃഗങ്ങളും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.